പ്രണവ് മോഹൻലാൽ, ലാലേട്ടൻ, സംഗീത്. പ്രണവ് എഗെയിൻ അന്ന് നമ്മൾ പരിചയപ്പെടുമ്പോഴേ ഭയങ്കര ഷോന്ന് എനിക്ക് എന്ത് ദേഷ്യം അറിയോ? ആണല്ലേ? നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പ്രണവിന്റെ ആ ഒരു കൂസലില്ലായ്മയുള്ള ഡയലോഗ് കൂടി കേട്ടപ്പോഴേ അയ്യോ പാവം സംഗീതിനോട് നമുക്കൊരു ഇരിക്കാൻ തുടങ്ങിയപ്പോ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര ക്ലീൻ സ്ലേറ്റിൽ പോയിട്ട് അഭിനയിക്കുന്ന പടമാണ് ഹൃദയം. ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒന്നും ചിന്തിക്കാണ്ട് വിനീതേട്ടൻ പറയുന്നത് എന്താണോ അത് ചെയ്യാന്ന് പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര ലൈഫിലൊരു മാറ്റമായി പോയി. കാരണം വിനീതേട്ടൻ അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ പറയുന്ന പ്രേമലു ആണെങ്കിലും മറ്റ് ഇപ്പോൾ വരുന്ന ഹൃദയപൂർവ്വം ആണെങ്കിലും ഒക്കെ. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ വിനീതേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹൃദയപൂർവ്വം. ഇങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴോ എന്തോ ഒരു മൊമെന്റിൽ ഇങ്ങനെ വിളിച്ചിട്ട് സംഘു ആരുടെ കൂടെയാണ് വെച്ചിട്ട് വിളിച്ചിരുന്നത്. അപ്പോൾ വിനീതേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഓരോ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റിലുണ്ട്. ഡെയിലി വിളി എന്നുള്ളതല്ല, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരു വിളിയൊക്കെ എന്തെങ്കിലുമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭയങ്കര സ്നേഹമാണ് വിനീതേട്ടനും. ഭയങ്കര റിയലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര നല്ല നമ്മളെ ഭയങ്കര കാര്യമായിട്ടുള്ള, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്ലോസ് ഐ മീൻ നമ്മളുടെ മോശാവസ്ഥകളിലൊക്കെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതിലൊന്നും എനിക്ക് ഭയങ്കര ജെനുവിനായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ ജെനുവിനിറ്റി അളക്കുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ഡേ കാണുന്നത് തുടങ്ങി ഇന്നലെ വരെ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നത്. ഞാൻ സത്യൻ സാറിലും ഒക്കെ കണ്ടിട്ടുള്ള ക്വാളിറ്റി അതാണ്. എപ്പോഴും ഒരുപോലെയാണ് ആ കൺസിസ്റ്റൻറ്റ് ആയിട്ടുള്ള ജെനുവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഹൃദയം എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ വിനീതേട്ടൻ കൊണ്ടുപോകുന്നതാണ്. ഇപ്പം അതാണ് എൻ്റെ ലൈഫും കരിയറും. അപ്പം അതിൽ വിനീതേട്ടനോടുള്ള താങ്ക്സ് ഭയങ്കര വലുതാണ്.